ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കാണുമ്പോൾ ഏകദേശം മനസ്സിലായി കാണും എവിടെ നിന്നുള്ള പ്രോഡക്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലും ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് ജസ്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും കോയിൻസ് കിട്ടുമല്ലോ, ആ കോയിൻസ് റെഡീം ചെയ്തും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൈസയും കൂടെ കൊടുത്ത് നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റാണിത്. ഇത് ഞാൻ കുറേ നാളായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഒന്നും മറ്റേ ഈ കോയിൻ കൊടുത്തിട്ടുള്ള കോയിനും കൂടെ ചെയ്തിട്ടുള്ള പരിപാടി അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഡിലേ ആയത്. അപ്പോൾ ലായില്ല, നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. നമ്മുടെ നൈഫ്, നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ഫോട്ടോസ്, ഞാൻ എടുത്ത ഫോട്ടോസും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്തേക്കാം. പാക്കേജ് നമുക്ക് ഓപ്പൺ ആക്കാം. പാക്കേജ് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമായിരിക്കും എന്തോ പ്രോഡക്റ്റ് എന്നുള്ളത്. പാക്ക് ഓഫ് 2 ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്, ഒട്ടിക്കത്തില്ല. ഇത് ഐറ്റം എല്ലാം സെയിം തന്നെയാണ്. ഇത് ഈ പാക്കറ്റ് കൂടെ ഓപ്പൺ ആക്കാം. ഇതെന്ന് പറഞ്ഞാൽ സഫോള എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മസാല മില്ലറ്റ്സ് ആണ്. ഇത് ഒരെണ്ണത്തിന് 20 രൂപയുടെ പാക്കറ്റാണ്. നമുക്ക് എല്ലാം കൂടെ വാങ്ങിയപ്പം ഈ ഒരു സെറ്റിന് തന്നെ ക്യാഷായിട്ട് നമ്മൾ കൊടുത്തത് 100 രൂപ പോലും ആയിട്ടില്ല. ഈ ഒരു സെറ്റ് പാക്കിന് 100 രൂപ പോലും ആയിട്ടില്ല. ബാക്കി ഫ്ലിപ്കാർട്ടിലെ കോയിൻ കൊടുത്ത് വാങ്ങിച്ചത്. ഇവിടെ നോക്കിയാൽ 20 രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസ് കൊടുത്തേക്കുന്നത്. 3 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം. ഗുഡ്നെസ് ഓഫ് മില്ലറ്റ്, റിച്ച് ഇൻ ഫൈബർ, അതുപോലെ തന്നെ ഓഡ് ആഡഡ് പ്രിസർവേറ്റീവ്സ്, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. പുറകെ നോക്കിയാലും 20 രൂപയുടെ കാണിച്ചിട്ടുണ്ട്. എത്ര ഗ്രാം ആണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. എക്സ്പയർ ചെയ്യുന്ന ഡേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് നോക്കുവാണെങ്കിൽ നോ ആഡഡ് പ്രിസർവേറ്റീവ്, നോ ഓയിൽ, നോ പാം ഓയിൽ, ആർട്ടിഫിഷ്യൽ കളറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവറോ ഒന്നും ഇല്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അതിൻ്റെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസും ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് വായിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് വായിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷനും ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് വായിക്കാവുന്നതാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 35 ഗ്രാമാണ്. വളരെ കുറച്ച് കുഞ്ഞു ക്വാണ്ടിറ്റിയാണ്. അതിന് 20 രൂപയാണ് അവർ MRP ഇട്ടിരിക്കുന്നത്. ഒരു പാക്കറ്റിൻ്റെ അകത്ത് 14 ഉണ്ട്. ഒരു പാക്കറ്റിൻ്റെ അകത്ത് തന്നെ ഇങ്ങനൊരു പാക്കറ്റിൻ്റെ അകത്ത് 14 ഉണ്ട്. 14 ഉള്ളൊരു പാക്കറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫ്രൂട്ട് 2 പാക്കറ്റാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ ജസ്റ്റ് ഈ കോയിൻസ് ചുമ്മാ ഇടുന്നത് വേസ്റ്റായി പോകണ്ട എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. ഒരു തരത്തിൽ നോക്കുമ്പോൾ അതും ഒരു ടൈപ്പിലെ മാർക്കറ്റിംഗ് ആണ് അവരുടെ. ഇങ്ങനെ കോയിൻ തന്നിട്ട് അത് കാലാവധി ആകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കും. അത് തന്നെ അവരുടെ മാർക്കറ്റിങ്ങിൽ ഞാൻ വീണ് പോയി. അപ്പം അങ്ങനെ നോക്കിയപ്പം ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഇത് വാങ്ങിയത്. സഫോള എന്നുള്ള ബ്രാൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായതുകൊണ്ട് നമ്മളിത് തന്നെ സെലക്ട് ചെയ്തത്. മസാല ഡിലൈറ്റ്, അപ്പം ഇതിൻ്റെ അകത്ത് ഫ്ലേവറൊക്കെ വരും, അതുകൊണ്ട് മസാല ഡിലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഗ്രീൻ കൊടുത്തേക്കുന്നത്. അപ്പം വെജിറ്റേറിയൻ ആണ്, വെജിറ്റേറിയൻസിന് യൂസ് ചെയ്യാം. ഇതാണ് പാക്കേജിൻ്റെ സൈസ് വരുന്നത്. പറയുള്ളൂ, ഇതാണ് സൈസ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു വീഡിയോ ഇട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30ക്കാണ്. അതുവരേക്കും താങ്ക് യു.